ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഗ്രോസറി ഷോപ്പിന് ഇറങ്ങിയതാണ്. നമുക്ക് വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. കുറേ ദിവസമായി നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എന്നാൽ പിന്നെ ഇന്ന് അവിടെ തന്നെ ആക്കാമെന്ന് വെച്ച് ഷോപ്പിംഗ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടി രണ്ടും കൽപ്പിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്ക് കുറേ ടൈം എടുത്തിട്ട് വേണം ഷോപ്പ് ചെയ്യണമെങ്കിൽ. എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് വേണം ഷോപ്പ് ചെയ്യാൻ. അപ്പോൾ രണ്ടും രണ്ട് കാറ്റഗറി ആകുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ തീരെ ഒക്കൂല. എനിക്ക് പർച്ചേസിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങണം കേട്ടോ. അത് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ മാതിരി ആ ബഡ്ജറ്റിലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സംഭവം നടക്കാത്ത കാര്യം എന്നറിയാം, പക്ഷേ എന്ത് ചെയ്യാനാ. എനിവേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് നല്ല തകർപ്പനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റിനേക്കാളും ഈ ഔട്ട്ലെറ്റ് ഒന്നും കൂടി നല്ല ബെറ്റർ ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര സ്പേസും കാര്യങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ അവിടെ കഴിയും. പിന്നെ സർവീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നെ നമുക്ക് എടുത്ത് തരുമായിരുന്നു. അത്രയും സാധനം പർച്ചേസ് ചെയ്തിട്ട് പോലും എൻ്റെ കണ്ണ് മൊത്തം അവിടെ ഉണ്ടായിരുന്ന ഡിന്നർ സെറ്റിലും ഹോം അപ്ലയൻസിലായിരുന്നു കേട്ടോ. കാരണം അത്രയും നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നേ. ഒരുവിധം സാധനങ്ങളൊക്കെ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് എന്തിനാ പിന്നെയും വാരി വലിച്ച് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. എന്തായാലും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ വീട്ടിലുള്ള സാധനത്തിന് പിന്നെയും കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഒരുവിധം പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. അപ്പോൾ അവരെ അവിടെ കണ്ടത്. അവർ ഇവിടുത്തെ ഓഫേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞെന്നൊക്കെ ചെയ്തിട്ടോ. ആ കഴിഞ്ഞ് നേരെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയി. നമുക്ക് കുറച്ച് ഫിഷൊക്കെ വാങ്ങാണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് ഉച്ചക്ക് കറിക്ക് ഒന്നും കൂട്ടാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ മീനൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ വാങ്ങി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണേ.